ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും ആശ്വാസം നൽകുന്ന ആശ്വാസത്തിൻ്റെ ഉറവിടമായ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 8-ാമത്തെ വാക്യം. രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. തനിക്ക് അശുദ്ധി ഭവിക്കുവാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. ദൈവം ദാനിയേലിന് ഷണ്ഡാധിപൻ്റെ മുമ്പിൽ ദയയും കരുണയും ലഭിക്കുവാൻ ഇടവരുത്തി. ഏറ്റവും പ്രിയ പുരുഷൻ എന്ന വചനം വിശേഷിപ്പിച്ച ദാനിയേലിൻ്റെ വിശുദ്ധിയോടുള്ള, വിശുദ്ധ ജീവിതത്തോടുള്ള നിലപാടുകളും മനോഭാവവും ആണ് ഇന്നത്തെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹൃദയത്തിൽ തീരുമാനം ഉള്ള ദാനിയേൽ അശുദ്ധി ഭവിക്കുവാൻ ഇടയുള്ള എന്തിൽ നിന്നും തന്നെ ഒഴിവാക്കണം എന്ന് മേലുദ്യോഗസ്ഥനോട് അപേക്ഷിക്കുന്ന ദാനിയേൽ. അശുദ്ധി എന്താണ്, വിശുദ്ധി എന്താണ് എന്ന് പലർക്കും ഇപ്പോഴും തിരിച്ചറിവില്ല. ഏതെല്ലാം കാര്യങ്ങളിൽ ദൈവമക്കൾ വർജനം ആചരിക്കണം എന്ന് വളരെ വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നാണ് ദൈവം എപ്പോഴും തൻ്റെ ജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ജീവിതം നയിക്കുന്ന കാര്യങ്ങൾ കേൾക്കുവാൻ ആളുകൾക്കത്ര താല്പര്യമില്ല. വിശുദ്ധി, വേർപാട് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ കേൾക്കുമ്പോൾ തന്നെ പലർക്കും നെറ്റിച്ചുളിയാറുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവായ യേശു വിശുദ്ധ ജീവിതത്തെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് മറ്റുള്ളവരോട് പറയുകയും ഉപദേശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തത്. ജീവിതത്തിലും ഉപദേശത്തിലും യാതൊരു തരത്തിലുള്ള പുളിപ്പും ഉണ്ടാകരുത്, അശുദ്ധി ഭവിക്കരുത് എന്നാണ് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. മനുഷ്യൻ്റെ ജീവിതത്തെ അശുദ്ധമാക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വർജിക്കണം എന്നുള്ളത് യേശു അവരെ പഠിപ്പിച്ചിരുന്നു. ഒന്നാമതായിട്ട് ചിന്താ മണ്ഡലത്തിൽ, അതായത് അശുദ്ധ ചിന്തകൾ നമ്മുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടെങ്കിൽ നാം വർജിക്കേണ്ടത് അശുദ്ധ ചിന്തകളെയാണ്. അശുദ്ധ ചിന്തകളെ വർജിക്കുന്ന ഒരാൾക്ക് മാത്രമേ, അതായത് ചിന്താമണ്ഡലത്തിൽ വിശുദ്ധി നിലനിർത്തുന്ന ഒരാൾക്ക് മാത്രമേ വിശുദ്ധനായി ജീവിക്കുവാൻ ഈ ഭൂമിയിൽ സാധിക്കുകയുള്ളൂ. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അയോഗ്യമായ ഒന്നും നമ്മുടെ ചിന്താമണ്ഡലത്തിലോ മറ്റു മേഖലകളിലോ ഉണ്ടാകുവാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞു, മനുഷ്യനെ അശുദ്ധനാക്കുന്നത് അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു വരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ നാം പ്രത്യേകം ശ്രദ്ധിച്ചാൽ വിശുദ്ധ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ജീവിച്ചാൽ അത് ദൈവത്തിന് ഏറ്റവും പ്രസാദകരമാണ് എന്ന് തിരിച്ചറിയുക. പത്രോസ് അപ്പോസ്തലൻ 1 പത്രോസ് 2-ാം അധ്യായം 1 മുതൽ ഉള്ള വാക്യങ്ങൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: വർജിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സകല ദുഷ്ടതയും, എല്ലാ ചതിവും, വ്യാജഭാവവും, അസൂയയും, എല്ലാ നുണയും നീക്കിക്കളയണം, അല്ലെങ്കിൽ വർജിക്കണം. വിതയ്ക്കുന്നത് മാത്രമേ മനുഷ്യന് കൊയ്യുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് കർത്താവ് തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത ദൈവമക്കളാകുന്ന എല്ലാവരും വർജിക്കേണ്ടത് വർജിച്ച് ജീവിച്ചാൽ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം നയിപ്പാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് വിശുദ്ധ ജീവിതമാണ്. ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണമാണ്.
ചിന്താമണ്ഡലങ്ങളിൽ അശുദ്ധ ചിന്തകൾ പാർക്കുന്നെങ്കിൽ, സ്ഥാനം പിടിക്കുന്നെങ്കിൽ നമ്മുടെ ആരാധനയിൽ എങ്ങനെ ദൈവത്തിന് പ്രസാദമുണ്ടാകും? ബാഹ്യമായി പല കാര്യങ്ങൾ വർജിക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ ബാഹ്യമായ വർജനങ്ങളാണോ ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം ആഗ്രഹിക്കുന്നത് അശുദ്ധ ചിന്തകൾ, ജഡമോഹങ്ങൾ, കൺമോഹങ്ങൾ, മോഹങ്ങൾ ജനിപ്പിക്കുന്ന ചിന്തകൾ അതൊക്കെ വർജിച്ച് വിശുദ്ധനായി ജീവിച്ച് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷങ്ങളും നീക്കിക്കളഞ്ഞ് വിശുദ്ധിയിൽ തികഞ്ഞവരായി ദൈവഭയത്തിൽ നമ്മെ തന്നെ നമുക്ക് വെടിപ്പാക്കുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം, അതിനാഗ്രഹിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വചനത്തിനായി സ്തോത്രം. വചനം കേൾക്കുന്ന എല്ലാവരും വർജിക്കേണ്ട കാര്യങ്ങളിൽ വർജനം ആചരിപ്പാൻ കർത്താവ് കൃപ കൊടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ